വെൽക്കം ബാക്ക് ടു ഇൻഷുറൻസ് വേൾഡ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ് കമ്പനി അവതരിപ്പിക്കുന്ന ഒരു ബെസ്റ്റ് ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ പോളിസിയുടെ പേര് ക്രിട്ടി ഷീൽഡ് പ്ലസ് എന്നാണ്. 92 മാരകമായിട്ടുള്ള അസുഖങ്ങളെ ഈ ഒരു പോളിസിയിൽ കവർ ചെയ്യുന്നുണ്ട്. ഒരു ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി വർക്കാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി എടുക്കുന്നത് പോലെ തന്നെ നമുക്ക് വളരെ തുച്ഛമായ പ്രീമിയത്തിൽ ഈ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് പോളിസികളും എടുത്തു വയ്ക്കാൻ സാധ്യമാണ്. ഒരു ഈവൻറ്റ് സംഭവിക്കുന്ന സമയത്ത്, അതായത് ഈ ഒരു പോളിസി എടുത്തതിന് ശേഷം നമുക്കൊരു ക്രിട്ടിക്കൽ ഇൽനസ് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, മാരകമായിട്ടുള്ള അസുഖങ്ങൾ വലുതും ഡയഗ്നോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ലംസം എമൗണ്ട് തന്നെ നമുക്ക് ക്ലെയിം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ പറയുന്ന ക്രിട്ടിക്കൽ ഇൽനസ് പോളിസികളുടെ ഒരു പ്രയോജനം. ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി എന്ന് പറയുമ്പോൾ നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ളത് ക്യാൻസറസ് ആയിട്ടുള്ള നേച്ചറാണ് അല്ലേ. ക്യാൻസർ അസുഖങ്ങൾ മൂലം ബാധിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലാണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് വ്യൂ ടൈമിൽ തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ 20 മുതൽ 25 ലക്ഷം വരെയുള്ള ആളുകൾക്ക് ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. അതിലും ഓരോ വർഷവും നമുക്ക് 7 ലക്ഷത്തോളം ആളുകൾക്ക് പുതുതായിട്ട് ക്യാൻസർ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. 35 മുതൽ 65 വയസ്സ് വരെയുള്ള പ്രായത്തിലുള്ളവർക്കാണ് ഇതിൽ 60% ഈ ക്യാൻസറിൻ്റെ ഒരു ബാധിപ്പ് നമുക്ക് വരുന്നത്. മാത്രമല്ല ഇതിൽ പലതും ഇൻക്യൂറബിൾ സ്റ്റേറ്റിലാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്കൽ ഇൽനസ് പോളിസി വളരെ അത്യാവശ്യമാണെന്ന് നമുക്ക് ഈ ഒരു ഡാറ്റയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഇനി ഈ പോളിസിയുടെ ഡീറ്റെയിൽസ് ഓരോന്നായിട്ട് നമുക്ക് പരിശോധിക്കാം. ഈ പോളിസിയിൽ 92 മേജർ ക്രിട്ടിക്കൽ ഇൽനസിനാണ് കവർ ചെയ്യുന്നത്. അതായത് 55 മേജർ ക്രിട്ടിക്കൽ ഇൽനസും 37 മൈനർ ക്രിട്ടിക്കൽ ഇൽനസും കൂടി ചേർത്ത് നമുക്ക് 92 മാരകമായിട്ടുള്ള അസുഖങ്ങൾ ഈ പോളിസി കവർ ചെയ്യുന്നുണ്ട്. ഇതിൽ സിവിയറിറ്റി ബേസ്ഡ് പേ ഔട്ടാണ് ഈ പോളിസിയിൽ വരുന്നത്. അതായത് ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന അസുഖം മേജർ ആണെങ്കിൽ 100%, മൈനർ ആണെങ്കിൽ 25% നമുക്ക് സം അഷ്യൂർഡ് പേ ഔട്ടായിട്ട് ലഭിക്കുന്നതാണ്. ഇതിൽ ക്രിട്ടിക്കൽ ഇൽനസിനെ 5 ഈ പോളിസിയിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ക്യാൻസർ ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, മേജർ ഓർഗൻസ്, നെർവ് സിസ്റ്റം, അതർ ഇൽനസ് എന്നീ തുടങ്ങി 5 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ പ്രധാനപ്പെട്ട ക്രിട്ടിക്കൽ ഇൽനസുകളെല്ലാം തന്നെ തരംതിരിക്കുന്നുണ്ട്. ഈ 5 കാറ്റഗറി അസുഖങ്ങൾ, അല്ലെങ്കിൽ ഈ 5 ബക്കറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതിൽ ഒരു ബക്കറ്റിൽ മേജർ അസുഖങ്ങളുണ്ടാവും, മൈനർ അസുഖങ്ങളുണ്ടാവും. ഇവ തമ്മിൽ ഒരു ക്ലെയിം ചെയ്യുന്നതിന് വല്ല വെയിറ്റിംഗ് പീരീഡോ ഒന്നും തന്നെ ബാധകമല്ല. അതായത് ഒരു മേജർ അസുഖം വന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു മൈനർ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് വെയിറ്റിംഗ് പീരീഡ് ഒന്നും ഈ പോളിസിയിൽ ബാധകമല്ല. ഓക്കെ, അപ്പോൾ മൾട്ടി ക്ലെയിം ഓപ്ഷൻ നമുക്ക് ഓരോ കവറേജിൽ നമുക്ക് അവൈലബിൾ ആണ്. മാത്രമല്ല നമുക്ക് ഒരു ബക്കറ്റിൽ നിന്ന്, അതായത് ഒരു ക്രിട്ടിക്കൽ ഇൽനസ് ബക്കറ്റിൽ നിന്ന് നമുക്ക് മേജർ അസുഖത്തിനെയും മൈനർ അസുഖവും നമുക്ക് കവർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ 5 ക്രിട്ടിക്കൽ ഇൽനസ് ബക്കറ്റാണ് ഈ ഒരു പോളിസിയിൽ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ അത് ഏതൊക്കെയാണ് നമുക്ക് ആ പറയുന്ന 5 ക്രിട്ടിക്കൽ ഇൽനസ് ബക്കറ്റ്സ്, അതിൻ്റെ അസുഖങ്ങൾ ഏതൊക്കെയാണ് മേജർ ആൻഡ് മൈനർ ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓപ്ഷണൽ കവറേജ് ഈ പോളിസിയിൽ 106 സർജിക്കൽ പ്രൊസീജിയർക്ക് വേണമെങ്കിൽ നമുക്ക് സിവിയറിറ്റി ബേസ്ഡ് പേ ഔട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അത് അഡീഷണൽ ആഡ് ഓൺ ഫീച്ചറാണ്. അതായത് മേജർ സർജറിക്ക് ആണെങ്കിൽ 100% എമൗണ്ടും മൈനർ സർജറി ആണെങ്കിൽ 50% എമൗണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് അഡീഷണലി ഈ ഒരു ഫീച്ചർ വന്നിട്ട് നമുക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഓപ്ഷണൽ കവറേജ്, പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി മുന്നേ എടുക്കാത്തവർക്ക് ഈ പോളിസിയിൽ തന്നെ ഒരു ആഡ് ഓൺ റൈഡർ സെലക്ട് ചെയ്തുകൊണ്ട് ആക്സിഡൻ്റൽ ഡെത്ത് അല്ലെങ്കിൽ പെർമനൻറ്റ് ടോട്ടൽ ഡിസബിലിറ്റി, പാർഷ്യൽ ഡിസബിലിറ്റി ഇത് സംഭവിക്കുമ്പോൾ ഒരു ലംസം എമൗണ്ട് കിട്ടുന്ന ഒരു ഫീച്ചർ വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ക്യാൻസറിനോട് തന്നിട്ടുള്ള ഒരു ബക്കറ്റ്, ആ ഒരു ഇതിലുള്ള ഫണ്ട് എമൗണ്ട് നമുക്ക് എക്സോസ്റ്റ് ആവുകയാണെങ്കിൽ വീണ്ടും ഒരു റീസ്റ്റോറേഷൻ കിട്ടുന്ന ഒരു ഓപ്ഷൻ വേണമെങ്കിൽ ആഡ് ഓൺ ആയി സെലക്ട് ചെയ്യാം. പിന്നെ ഈ ഒരു പോളിസിയിൽ മറ്റ് കമ്പനികളിലോ ഇതുപോലെ നമുക്കിപ്പോൾ പോളിസി എടുത്ത് ഒരു 90 ദിവസം കഴിഞ്ഞാൽ ഇതിൻ്റെ വെയിറ്റിംഗ് പീരീഡ് ഓപ്പൺ ആവുള്ളൂ എന്നുള്ള കണ്ടീഷനോ, ഇല്ലെങ്കിൽ ഈ പോളിസിയിൽ നമുക്കൊരു മാരകമായിട്ടുള്ള അസുഖങ്ങൾ പിടിപെട്ട് കഴിഞ്ഞാൽ 30 ദിവസം സർവൈവൽ പീരീഡ് എന്നൊരു കോൺസെപ്റ്റ് ഒന്നും തന്നെ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പോൾ സർവൈവൽ പീരീഡ് അഥവാ ഈ പറയുന്ന പോളിസി എടുത്ത് നമുക്ക് 90 ദിവസം കഴിഞ്ഞിട്ട് ഈ കവറേജ് ഓപ്പൺ ആവുള്ളൂ, വെയിറ്റിംഗ് പീരീഡ് ഓപ്പൺ ആവുള്ളൂ, അങ്ങനെ 2 കണ്ടീഷനും ഈ ഒരു പോളിസിയിൽ വരുന്നില്ല എന്നുള്ളതാണ് ഒരു നല്ല കാര്യം. എലിജിബിലിറ്റി കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ പ്രൊപ്പോസർ 18 വയസ്സെങ്കിലും ഉണ്ടാവണം ഈ പോളിസിയിൽ പ്രൊപ്പോസർ ആവാൻ. പിന്നെ മിനിമം എൻട്രി ഏജ് നോക്കുകയാണെങ്കിൽ ഇൻഷുർഡ് മെമ്പറിന് 3 മാസം മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഇൻഡിവിജ്വൽ ബേസിസിൽ ഈ പോളിസി എടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഫാമിലി ഫ്ലോട്ടർ ബേസിസിൽ ഈ പോളിസി എടുക്കാൻ സാധിക്കില്ല എന്നർത്ഥം. പിന്നെ ഈ പോളിസി പീരീഡ് നോക്കുകയാണെങ്കിൽ ഈ പോളിസി 1 വർഷത്തേക്കോ 2 വർഷത്തേക്കോ പരമാവധി 3 വർഷം വരേക്ക് നമുക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റുന്നതാണ്. അത്രയ്ക്കും ഒരു തുച്ഛമായിട്ടുള്ള പ്രീമിയം തന്നെയാണ് ഈ പോളിസിയിൽ നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പേഴ്സണൽ ആക്സിഡൻറ്റ് പോളിസി പോലെ തന്നെ നമുക്ക് പ്രീമിയം വളരെ അഫോർഡബിൾ ആയിട്ടുള്ളതാണ് ഈ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയിൽ. അപ്പോൾ ഇതിൽ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസികളെ 5 ബക്കറ്റായിട്ട് നമുക്ക് തരംതിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെയാണ് ക്യാൻസർ ആൻഡ് ബ്ലഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ 4 മേജർ അസുഖങ്ങളും 1 മൈനർ അസുഖങ്ങളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഇതിൽ മേജറിന് ആണെങ്കിൽ
100%, മൈനറിനാണെങ്കിൽ നമുക്ക് 25%മാണ് നമുക്ക് സിവിയറിറ്റി ബേസ്ഡ് പേ ഔട്ട് ലഭിക്കുന്നത്. ഇതുപോലെ ബാക്കി 4 ബക്കറ്റിൽ നിന്നുണ്ട്. അതായത് ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസിലാണെങ്കിൽ ഇതുപോലെ മേജർ അസുഖങ്ങളും മൈനർ അസുഖങ്ങളായിട്ടും തരംതിരിക്കുന്നുണ്ട്. സോ നമ്മൾ പറഞ്ഞ പോലെ 55 മേജർ അസുഖങ്ങളും 37 മൈനർ അസുഖങ്ങളും നമുക്ക് ഈ ക്രിട്ടിക്കൽ ഇൽനെസ്സും കൂടി ചേർന്നാണ് ഈ 92 ക്രിട്ടിക്കൽ ഇൽനെസ് ആയിട്ട് ഈ പോളിസിയിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ മറ്റു 3 ക്രിട്ടിക്കൽ ഇൽനെസ്സാണ് മേജർ ഓർഗൻസിനെ ബാധിക്കുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് ബക്കറ്റ്, അതുപോലെ തന്നെ നെർവ് സിസ്റ്റത്തിനെ ബാധിക്കുന്ന ക്രിട്ടിക്കൽ ഇൽനെസ് ബക്കറ്റ്. അതിൽ തന്നെ മേജർ ആൻഡ് മൈനർ അസുഖങ്ങളുണ്ട്. അതുപോലെ തന്നെ അവസാനത്തെ ഒരു ബക്കറ്റാണ് അതർ ഇൽനെസ് എന്ന് പറയുന്നത്. ഇതിൽ 3 മേജർ ഇൽനെസ്സും 5 മൈനർ ഇൽനെസ്സൊക്കെ നമുക്ക് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇതിൽ ഈ ഒരു പോളിസിയിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന കവറേജ് നോക്കുകയാണെങ്കിൽ 5 ലക്ഷം മുതൽ 40 ലക്ഷം വരെയൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഒരു ഹൈ കവറേജിലോട്ട് പോകുമ്പോൾ നമുക്ക് അണ്ടർ റേറ്റിംഗ് എല്ലാം ഉണ്ടാവുന്നതാണ്. സോ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഓരോ ബക്കറ്റ്സും നമുക്ക് വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓപ്റ്റ് ചെയ്യാം, അഥവാ നമുക്ക് ആഡ് ഓൺ കൂടി സെലക്ട് ചെയ്തിട്ട് ഓപ്റ്റ് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാം കൂടി 5 ബക്കറ്റ്സും കൂടി നമുക്ക് ഒരുമിച്ച് കിട്ടുന്നതാണ് ഈ കോംപ്രിഹെൻസീവ് നമുക്ക് ക്രിട്ടി ഷീൽഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ 5 ബക്കറ്റ്സും കൂടി, അതായത് നെർവ് സിസ്റ്റം, അതർ ഓർഗൻസ്, ഹാർട്ട് ആൻഡ് ബ്ലഡ് വെസൽസ്, ഇങ്ങനെ തുടങ്ങി ക്യാൻസറിൻ്റെ എല്ലാ ബക്കറ്റ്സും നമുക്കത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഇൻഡിവിജ്വൽ ബേസിസിലാണ് പോളിസി എടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞു. 21 മുതൽ 55 വയസ്സ് വരെയുള്ള പ്രായമുള്ളവരുടെ കോംപ്രിഹെൻസീവ് പ്ലാൻ എടുക്കുകയാണെങ്കിൽ 5 ബക്കറ്റ്സും കൂടി ചേർന്നിട്ടുള്ള പ്ലാൻ എടുക്കുകയാണെങ്കിൽ അതിന് വരുന്ന റെസ്പെക്റ്റീവ് പ്രീമിയം 5 ലക്ഷം മുതൽ 40 ലക്ഷം രൂപയുടെ കവറേജിന് വരുന്ന പ്രീമിയം ഈ ഒരു ചാർട്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ബേസിസിലാണ് നമുക്ക് എടുക്കാൻ പറഞ്ഞു. 45 വയസ്സിന് താഴെയുള്ളവർക്ക് വളരെ പ്രീമിയം അഫോർഡബിൾ ആയിട്ടാണ് ഈ ഒരു പോളിസിയിൽ വരുന്നത്. സോ ഇൻഡിവിജ്വൽ ബേസിസിൽ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 30 വയസ്സുള്ള ഒരാൾക്ക് 1758 രൂപ നമുക്ക് പ്രീമിയം അടച്ചുകൊണ്ട് ഈ പോളിസി ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കോംപ്രിഹെൻസീവ് 5 ബക്കറ്റ്സും കൂടി ചേർന്നിട്ടുള്ള ഒരു കവറേജിൻ്റെ ഒരു പ്രീമിയമാണ് ഞാൻ പറഞ്ഞത്. ഇത് വേണമെങ്കിൽ നമുക്ക് 3 വർഷത്തേക്ക് ഒരുമിച്ച് വേണമെങ്കിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രീമിയത്തിൽ വേറെ ആഡ് ഓൺ റൈഡേഴ്സ് ഒന്നും തന്നെ ഉൾക്കൊള്ളുന്നില്ല. ഇപ്പോൾ ഫാമിലി ഫ്ലോട്ടറായിട്ട് ഈ പോളിസി എടുക്കാൻ പറ്റില്ലെങ്കിലും അതിൽ ഹസ്ബൻഡ്, വൈഫ്, കുട്ടി എന്നതിനെ സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വൽ ബേസിസിൽ അവർക്ക് ഈ ഒരു പോളിസി എടുത്ത് വയ്ക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വലിയ സമ്മർഷോടിന് നമുക്ക് അണ്ടർ റേറ്റിംഗ് ഉണ്ടാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നിലവിലുള്ള അസുഖങ്ങൾ വെളിപ്പെടുത്തിയിട്ട് വേണം നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി മാത്രമല്ല എല്ലാ ഹെൽത്ത് ഇൻഷുറൻസും നമുക്ക് എടുക്കുന്നതിനും, എല്ലാ ഇൻഷുറൻസും നമുക്ക് എടുക്കുന്നതിനും, സോ ദാറ്റ് നമുക്ക് എന്തെങ്കിലും നിലവിൽ അസുഖങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് ഈ ഒരു പോളിസി എടുത്തത് കൊണ്ടോ, അല്ലെങ്കിൽ ആൾറെഡി ക്യാൻസറസ് ആയിട്ടുള്ള ഒരു സിംറ്റം ഉള്ളവർ ഈ പോളിസി എടുത്താലോ, ഇല്ലെങ്കിൽ ഒരു ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ പോളിസി എടുക്കുന്നതിന് സാധിക്കുന്നതല്ല. സോ ഫ്രഷായിട്ട് നിലവിൽ അസുഖങ്ങൾ നമുക്ക് കൂടുതൽ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ നിലവിൽ ആരോഗ്യവാന്മാരാണെങ്കിൽ നമുക്ക് ഈ ഒരു പോളിസി എടുത്തു വെച്ചതുകൊണ്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നടക്കാവുന്ന ആ ഒരു ഈവെൻറ്റിലാണ് നമുക്ക് ഈ ഒരു പോളിസി നമുക്ക് ഉപയോഗപ്പെടുക. ഓക്കെ, സോ ദാറ്റ് ആ ഒരു എലിജിബിൾ ആയിട്ടുള്ള ക്ലെയിം എമൗണ്ട് നമുക്ക് കൈപ്പറ്റാനായിട്ട് സാധിക്കുക. സോ നിലവിലുള്ള അസുഖങ്ങളെ വെളിപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് വേണം നമുക്ക് ഓരോ പോളിസികളും നമുക്ക് അപ്ലൈ ചെയ്യുന്നതിന്. സോ അതൊന്ന് മാത്രം ശ്രദ്ധിക്കുക. സോ ഈ ഒരു പോളിസിയെക്കുറിച്ച് ഡീറ്റെയിൽസ് കൂടുതലായിട്ട് അറിയുന്നതിനും അതേപോലെ തന്നെ പോളിസി പർച്ചേസ് ചെയ്യുന്നതിനും ഈ സ്ക്രീനിൽ കാണുന്ന 7012773178 എന്ന എൻ്റെ നമ്പറിലേക്കും വിളിക്കാം. അഥവാ വാട്സപ്പ് നമ്പറായിട്ടുള്ള 9809827383 എന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാൻ സാധിക്കുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പോളിസികൾ ചെയ്ത് കൊടുക്കുന്നതാണ്. എൻ്റെ പേര് ശിവ, ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറാണ്. അപ്പോൾ ഇതുപോലുള്ള പ്രയോജനപരമായിട്ടുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് നമ്മുടെ ഇൻഷുറൻസ് വേൾഡ്സ് എന്ന ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്